അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരാം കേട്ടോ. മോർണിംഗ്. യെസ്, താങ്ക് യു. മോർണിംഗ്. അസ്സലാമലൈക്കും. 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 വലൈക്കും അസ്സലാം. യെസ്, മാക്സിമം എല്ലാവരും ആ വീഡിയോയിൽ വരാൻ പറ്റുന്നവര് വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പം ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു. ആൻഡ് യെസ്, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, റെഡി. യെസ്, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ആരാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ അവരുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാനും അത്രയ്ക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ ആരാണെന്ന്. മദർ, കമർജാൻ മാം, മദർ. മനസ്സിലായി. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ചിലർ മീ എന്ന് പറയുന്നുണ്ട്. മദർ, ഹസ്ബൻഡ് മദർ, സീനത്ത് മാം, നൈസ്. ഹസ്ബൻഡ്, ഓക്കെ. സോ അങ്ങനത്തെ ഒരു ആള് നിങ്ങളുടെ ലൈഫിലുണ്ട് അല്ലേ? സോ യു ആർ ബ്ലെസ്ഡ്. അപ്പോൾ നമ്മൾ ഇതിൽ പലരും മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് അറിയാം എന്താണെന്നല്ലേ. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമുക്ക് വാല്യൂ കൊടുക്കണം, റൈറ്റ്? അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? ഒരു ബ്ലറായി കാണുന്നുണ്ട്. ഓക്കെ, അത് മതി. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. എന്താണ് സെൽഫ് ലവ്? അക്കോർഡിംഗ് ടു യു, വാട്ട് ഇസ് സെൽഫ് ലവ്? നമ്മളെ തന്നെ സ്നേഹിക്കുക. യെസ്, നമ്മളെ സ്നേഹിക്കുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വാല്യൂ കൊടുക്കുക, നമ്മൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അത് ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ്. നമ്മളെ ആത്മവിശ്വാസം ഉണ്ടാക്കാനും സന്തോഷത്തിനുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് സെൽഫ് ലവ് എന്ന് പറയാം. സോ ഇതിൽ പലരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അല്ലേ? അപ്പോൾ സെൽഫ് ലവ് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ കുറവുകൾ എന്താണ്, അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു അനുകമ്പയോടെ നമ്മളെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ സന്തോഷത്തിനും സമാധാനത്തിനും എല്ലാത്തിനും അർഹനാണെന്ന് നമ്മളോട് തന്നെ നമുക്കൊരു ഫീലിംഗ് വരണം. അതാണ് സെൽഫ് ലവ്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കൊരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ആരോഗ്യകരമായ അതിരുകൾ ഉണ്ടാക്കാൻ പറ്റും. നോ പറയേണ്ടവർക്ക് നമുക്ക് നോ പറയാൻ പറ്റും. അതാണത്. പിന്നെ നമ്മളുടെ സ്ട്രെസ് ലെവല് അത് വളരെ കുറയും. ലൈക്ക് നമ്മളോട് തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറക്കുകയാണ് ചെയ്യുക. പിന്നെ സെൽഫ് ടോക്ക്, നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തില്ല, നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാതും നമ്മൾ മാക്സിമം ഒഴിവാക്കും. ഓക്കെ, പിന്നെ സ്ട്രെങ്തൻസ് റിലേഷൻഷിപ്പ്. നമ്മൾക്ക് സ്നേഹം ഉണ്ടെങ്കിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മളുടെ മൈൻഡിൽ നമ്മളുടെ മൈൻഡ് ഒരു ജാറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അതിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ വെള്ളം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ ജാറ് ഫുള്ളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം.
സോ ഫിൽ യോർ സെൽഫ് വിത്ത് ലവ്. കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട് മാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? അതിൻ്റെ സൈനുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവിൻ്റെ കുറവുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. നിങ്ങൾ നെഗറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. സോ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ല, അങ്ങനത്തെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവിൻ്റെ ഒരു കുറവുണ്ട് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഈസ് പീപ്പിൾ പ്ലീസിങ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യുക. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോൾ അതിൽ സെൽഫ് ലവ് ഒരു കുറവുണ്ട്. ഓക്കെ. നൗ ഫിയർ ഓഫ് റിജക്ഷൻ. അതായത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. സോ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ സെൽഫ് ലവിൻ്റെ ഒരു കുറവുണ്ട്. ഇനബിലിറ്റി ടു സെറ്റ് ബൗണ്ടറീസ്. നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല എന്നാണ്. നോ പറയുമ്പോൾ എല്ലാത്തിനും യെസ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ നിങ്ങൾ മുതലെടുക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് ലാക്ക് ഓഫ് സെൽഫ് ലവ്. പിന്നെ ലോ സെൽഫ് വർത്ത്. നിങ്ങൾ നല്ല കാര്യങ്ങൾക്കും സന്തോഷത്തിനും ഒന്നും അർഹനല്ല എന്നുള്ള ഒരു തോട്ട് നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തോട്ട് വരുന്നത്. പിന്നെ ഓവർലി ക്രിട്ടിക്കൽ ഓഫ് അപ്പിയറൻസ്. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ട്, മീൻസ് ആ ഒരു ലുക്കിന് നല്ല ഒരു തൃപ്തി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ കാണാൻ ഭംഗിയില്ല, എൻ്റെ ഒരു ലൈക്ക് ലുക്ക് ശരിയല്ല, അങ്ങനത്തെ ഒരു സ്വയം ഒരു ഭംഗിയില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം സെൽഫ് ലവ് കുറവാണെന്ന്. പിന്നെ നെക്സ്റ്റ് സീക്കിംഗ് വാലിഡേഷൻ. മറ്റുള്ളവരുടെ അംഗീകാരം, അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം, ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട്, അവരുടെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവരുടെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവുണ്ട് എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്ന്. ഇത് ക്ലിയർ ആയോ? ഹലോ. യെസ് മാം. യെസ് മാം. ഇനി ഈ സെൽഫ് ലവ് കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് പാസ്റ്റ് ട്രോമാസ്. നിങ്ങൾ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് നിങ്ങൾ നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൽഫ് ലവ് കുറവ് ഉണ്ടാവാം. അതായത് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ കുറേ കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ടെങ്കിൽ, നീ പോരാ, നീ നല്ലതല്ല, നിനക്ക് കഴിവില്ല എന്ന ആ ഒരു ക്രിട്ടിസൈസിങ് എൻവയൺമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൽഫ് ലവ് കുറയാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇസ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നിങ്ങളെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ അത്ര സക്സസ്ഫുൾ അല്ല ഞാൻ എന്നുള്ളൊരു തോട്ട് വരും. നിങ്ങൾ വാല്യൂ കൊടുക്കാതെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സെൽഫ് ലവ് കുറയും. പിന്നെ അൺറിസോൾവ് ഗിൽട്ട് ഓർ ഷെയിം. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട്, പാസ്റ്റിൽ ഒരു തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കുറ്റബോധം കാലങ്ങളോളം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ആ ഒരു കുറ്റബോധം നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആ ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ ലാക്ക് ഓഫ് സെൽഫ് ലവ്. പിന്നെ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളുടെ പാർട്ട്ണറിനെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇഫ് യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളൊരു അബ്യൂസീവ് ആയുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ
നിങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കുക. എന്നെ അബ്യൂസ് ചെയ്തോളൂ എന്നുള്ളൊരു സമ്മതം അവർക്ക് സൈലന്റ്ലി കൊടുക്കുകയാണ്. സോ ദാറ്റ് മീൻസ് യു ആർ നോട്ട് ലവിങ് യുവർ സെൽഫ്. ഓക്കെ. ദെൻ കൾച്ചറൽ ഓർ സൊസൈറ്റൽ പ്രഷർ. ഈ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ഒരു ബ്യൂട്ടിക്ക്, സക്സസിന്, നമ്മളുടെ ബിഹേവിയറിന് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം ഒരു അൺറിയലിസ്റ്റിക് ആകും. അതായത് ഇപ്പോൾ നല്ല മെലിഞ്ഞവര് അല്ലെങ്കിൽ നല്ല അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികൾ, അങ്ങനത്തെ ആ ഒരു ബിഹേവിയർ ഉണ്ട്. അതിനനുസരിച്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ മീൻസ് അത് അൺറിയലിസ്റ്റിക് ആണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ലവ് അധികം ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് ഇസ് ഇന്റേണലൈസ്ഡ് നെഗറ്റീവ് ബിലീഫ്സ്. നമ്മൾ എപ്പോഴും നമ്മൾ ഒരാൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്, നമ്മൾ മടിയനാണ്, നമ്മൾക്ക് ഒരു നമ്മൾ സ്ട്രോങ് അല്ല, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ലേബിൾ നമ്മൾ മറ്റുള്ളവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്കതൊരു നമ്മളുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറും. സോ അത് നമ്മൾ നമ്മളോട് തന്നെ ഒരു നെഗറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യും, നമ്മളെ സ്വയം കുറ്റപ്പെടുത്തും. അതൊരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ആയിട്ട് നമ്മളെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകും. അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും സാധിക്കില്ല. ഓക്കെ. ഈ സെൽഫ് ലവും സെൽഫിഷ്നെസ് അതും രണ്ടും രണ്ടാണ്. സെൽഫിഷ്നെസ് എന്താണ്? എനിവൺ? നമ്മൾ സ്വാർത്ഥത കാണിക്കില്ലേ, അതും സെൽഫ് ലവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. സെൽഫ് ലവ് ഒരിക്കലും സെൽഫിഷ്നെസ് ആവില്ല. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, പക്ഷെ അതേപോലെ മറ്റുള്ളവർക്കും അതേ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ മറ്റുള്ളവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യും. പക്ഷേ സെൽഫിഷ്നെസ്സിൽ നമ്മൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കില്ല. നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റുള്ളവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അതാണ് സ്വാർത്ഥത. പിന്നെ സെൽഫ് ലവിൽ ഞാൻ മാത്രം എന്നല്ല, മറ്റുള്ളവരെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും, അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. സെൽഫിഷ്നെസ്സിൽ ഞാൻ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഉണ്ടാവുക. ഈ സെൽഫ് ലവ് വരുന്നത് സെൽഫ് റെസ്പെക്റ്റിൽ നിന്നും നമ്മളുടെ വളർച്ചയ്ക്ക്, നമ്മളുടെ ക്ഷേമത്തിന് ഒക്കെ ആ ഒരു അതിൽ നിന്നാണ് സെൽഫ് ലവ് വരുന്നത്. പക്ഷേ സെൽഫിഷ്നെസ്സിൽ കൂടുതലും ഇൻസെക്യൂരിറ്റി, പിന്നെ നമുക്കൊരു എമ്പത്തി ഇല്ലാതിരിക്കുക, അനുകമ്പ ഇല്ലാത്തൊരു അവസ്ഥ, പിന്നെ ഒരു അത്യാഗ്രഹം, അതിൽ നിന്നൊക്കെയാണ് സ്വാർത്ഥത ഉണ്ടാവുന്നത്. പിന്നെ സെൽഫ് ലവ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഹെൽത്തി ആക്കാനും നല്ല ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കാനും സെൽഫ് ലവ് സഹായിക്കും. സെൽഫിഷ്നെസ്സിൽ നമ്മൾ ആരും അവരെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ വിശ്വസിച്ചിട്ട് ഒരു സ്വാർത്ഥനായ ഒരാളെ നമുക്കൊന്നും ഏൽപ്പിക്കാനോ ഒന്നിനും സാധിക്കില്ല. അതൊരു അവരിൽ നിന്ന് കൂടുതൽ അകലാനാണ് സഹായിക്കുക. പിന്നെ അത് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വേദനിപ്പിക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സെൽഫ് ലവില് നമുക്ക് നോ പറയാൻ പറ്റും. നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് മേടിക്കില്ല, നമ്മളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. നോ പറയേണ്ടവർക്ക് നമ്മൾ നോ ഹെൽത്തി ആയിട്ട് തന്നെ പറയും. പക്ഷേ സെൽഫിഷ്നെസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ജസ്റ്റ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കംഫർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് സെൽഫിഷ്നെസ്. ഇത് മനസ്സിലായോ? സോ നമ്മൾ പലപ്പോഴും സെൽഫ് ലവ് എന്നിങ്ങനെ പറയുമ്പം അത് സെൽഫിഷ്നെസ് ആണ് എന്ന് പലർക്കും തോന്നാറുണ്ട്. സോ ഇത്രയും ഡിഫറൻസ് ആണ് സെൽഫ് ലവും സെൽഫിഷ്നെസ്സിലും ഉള്ളത്. ഇനി സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഇതിൽ ആരൊക്കെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവര്? കോഴ്സ് എടുത്തവർ പ്രത്യേകിച്ച് നന്നായി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്.
Yes, Safwan. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുക. നല്ല പോസിറ്റീവ് അഫർമേഷൻസ് ഇപ്പോൾ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ ഐ എം കോൺഫിഡൻറ്റ്, ഐ എം അബണ്ടൻറ്റ്, അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഭയങ്കര അനുകമ്പയോടെ പെരുമാറുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഈ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പം അവിടെ നമ്മളെ മൈൻഡിൽ പതിയാണ് ചെയ്യുന്നത്. സോ എന്താണോ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പം എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാന്നെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സെൽഫ് ടോക്ക് ചെയ്യാം. നിങ്ങൾക്കത് എഴുതും ചെയ്യാം, ജേർണൽ ചെയ്യാം. ഓക്കെ, എഴുതുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവാണ്. നന്നായിട്ടൊന്ന് മൈൻഡിൽ പതിയുന്ന ഒരു പതിയും എഴുതും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അത് ഫോളോ ചെയ്യാം. പിന്നെ സെറ്റ് ബൗണ്ടറീസ്. സേ നോ വിതൗട്ട് ഗിൽറ്റ്. നമ്മളൊരു നോ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഫീൽ ചെയ്യരുത്. നമ്മൾ നമ്മളുടെ ഹെൽത്തിനാണ്, നമ്മളെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് നോ പറയുന്നത് എന്നുള്ളൊരു തോട്ട് വരണം അവിടെ. സോ നോ പറയേണ്ടടുത്ത് നോ പറയാം, ഹെൽപ്പ് ചെയ്യേണ്ടവരെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ സെൽഫ് കെയർ. നമ്മളെ നന്നായിട്ട് നോക്കുക. നമ്മളുടെ മൈൻഡ്, ബോഡി, സോൾ എല്ലാം നന്നായിട്ട് കെയർ ചെയ്യുക. നന്നായി റെസ്റ്റ് ചെയ്യുക. ഭക്ഷണം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക. ദെൻ മൂവ് യുവർ ബോഡി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ഒക്കെ ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റുന്നവർ ജിമ്മിൽ പോവുക. സോ സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യുക. പിന്നെ സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഫൊർഗീവ് യുവർ സെൽഫ്. പിന്നെ നിങ്ങളിപ്പോൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സ്വയം കുറ്റാതെ ആ ഒരു തെറ്റിൽ നിന്ന് എന്താണോ പഠിക്കാൻ പറ്റുന്നത് അത് പഠിച്ചിട്ട് ലൈഫിൽ ജസ്റ്റ് മൂവ് ഫോർവേഡ്. അല്ലാതെ ആ ഒരു കുറ്റബോധം മൈൻഡിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതൽ ഹേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ജസ്റ്റ് ലെറ്റ് ഗോ ആൻഡ് മൂവ് ഫോർവേഡ്. നമുക്ക് നമ്മളോട് തന്നെ മാപ്പ് കൊടുക്കാൻ സാധിക്കണം. നെക്സ്റ്റ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് അതെന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് നന്ദി പറയാം. സോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ ഓരോന്നായിട്ട് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഈ സാധനങ്ങൾ മീൻസ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി എഴുതാം അല്ലെങ്കിൽ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഇല്ലായ്മയിൽ നിന്ന് അബണ്ടൻസിലേക്ക് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണത്. സോ അതും നമുക്ക് സെൽഫ് ലവ് കൂടെ ഉള്ളു ചെയ്യാം. നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം കൂടി വരും. സോ ഇത് ചെയ്യാറുണ്ടോ? ഇതിൽ പറഞ്ഞത് മീൻസ് കോഴ്സ് ചെയ്യാത്തവർ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടാണ്. സോ ആ ഒരു റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ് അത് ഒരു നല്ലൊരു സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, ഇതാണ് സെൽഫ് ലവ് മെയിനായിട്ട് സെൽഫ് ലവിൽ പറയാനുള്ളത്. പിന്നെ ഈ കോഴ്സ് ചെയ്തവർ സെൽഫ് ലവ് കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ ചെയ്യുന്നുണ്ട്. EFT കോഴ്സ് ചെയ്തവർക്ക് കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പലരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട്, അവരുടെ ഈ ഹെൽത്ത് ഇഷ്യൂസ് മാറിയിട്ടുണ്ട്. സെൽഫ് ലവ് ചെയ്താൽ എനിക്ക് ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. സോ എല്ലാവരും ഡെയിലി അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ,
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ സെൽഫ് ലവിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ EFT കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുന്നതാ നല്ലതല്ലേ മാം? അതോ പറയുന്നതിനേക്കാളും ഗുണം കിട്ടുന്ന എഴുതി വെക്കുന്നതല്ലേ? നമ്മൾ അത് അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് എഴുതി വെക്കുന്നതാ നല്ലത് അല്ലേ? അതെ അതെ. നിങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ എഴുതുമ്പം ഒന്നും കൂടി മനസ്സിൽ ഫീൽ ചെയ്യും. യെസ്, ആ ഒരു ഡീപ്പർ ആയിട്ട് നമ്മളുടെ മൈൻഡിലേക്ക് കിടക്കും. റിപ്പീറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ, ഇപ്പോൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുമ്പോഴും നമ്മളെ മൈൻഡിൽ കുറച്ചും കൂടി പതിയും. അത് നമ്മളുടെ മൈൻഡിൽ പുതിയൊരു ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് എത്രയാണോ ഏജ് ഉള്ളത് ആ ഏജ് വരെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ മാറ്റിയിട്ട് പുതിയൊരു ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യം ഒരു 2-3 തവണ എഴുതണം അല്ലേ? 5 ടൈം ആ ആണെങ്കിലും. അതെ. ഓക്കെ, താങ്ക് യു മാം. യെസ്, വേറെ ഡൗട്ട്സുകൾ ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു ഓൾ എ ഹാപ്പി ഡേ. അപ്പോൾ സ്വയം സ്നേഹിക്കുക, എന്നാലുള്ളൂ മറ്റുള്ളവർക്ക് നമുക്ക് സ്നേഹം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ലവ് യുവർ സെൽഫ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു മാം. മാം. കേട്ട ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന പോലെയായി. യാ അതെ. താങ്ക് യു മാം. യാ നമ്മൾ EFTയിൽ പഠിക്കും. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കേട്ടതായിരിക്കും, പക്ഷെ നമ്മൾ അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി അവയർനെസ് കൂടുകയാണ് ചെയ്യുക. ഉള്ളിൽ നിന്നൊരു ഫയൽ അതെ മാം. ഞാനൊക്കെ EFT കഴിഞ്ഞ് സെൽഫ് ലവ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമുക്ക് കറക്റ്റ് നമ്മുടെ ഇമോഷന്, ദെൻ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്, നമ്മുടെ എന്താ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് EFT കഴിഞ്ഞപ്പോഴാണ്. അതിൽ തന്നെ നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തതായിരുന്നു ഇത്രയും കാലത്തെ പ്രശ്നം എന്ന് നമ്മൾ EFT ചെയ്തപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. EFT നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ലൈഫില്. EFT നല്ല മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മിസ് പറഞ്ഞ പോലെ തന്നെ. യെസ്, താങ്ക് യു മാം ഫോർ ഷെയറിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെൽഫ് ലവ് ചിലരും നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നതിന്റെ മുന്നേ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സെൽഫ് ലവ് ഉണ്ടെന്ന് തോന്നുന്നത്. അവരെന്നെ ഒരു കൺഫ്യൂഷനിലാണ് വരുന്നത്. എന്നിട്ട് അവർ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, ഓ ഇത്രത്തോളം ഡീപ്പാണില്ലേ സെൽഫ് ലവ്, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂലേ. ആ ഒരു തോട്ട് വരുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ഓക്കെ ഇത്രത്തോളം സെൽഫ് ലവ് എനിക്ക് ഉണ്ടായിരുന്നില്ല എത്ര കാലം. ഞാൻ എൻ്റെ വെറും ജസ്റ്റ് ഐ തോട്ട് ഐ വാസ് ലവിങ് മൈസെൽഫ്, ബട്ട് ആക്ച്വലി ഐ വാസ് നോട്ട് ലവിങ് എന്ന് പറഞ്ഞവരുണ്ട്. സോ അത് ഒരു ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ EFT കോഴ്സിലേക്ക് വരിക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ സെൽഫ് ലവ് കൊണ്ട് തന്നെ, ഇതേപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ സെൽഫ് ലവ് തന്നെ ഇത്രയും മാറ്റം വരുത്തുന്നുണ്ട്. സോ അതർ ടൂൾസ് അതും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തുന്നതാണ്. സോ മാക്സിമം ചെയ്യാൻ പറ്റുന്നവരൊക്കെ EFT കോഴ്സിലേക്ക് വരിക. ഓക്കെ, സോ താങ്ക് യു മാം ഫോർ ഷെയറിങ്. വേറെ ആർക്കെങ്കിലും ഈ സെൽഫ് ലവ് കൊണ്ട് ലൈഫിൽ വന്ന മാറ്റങ്ങളൊന്ന് ഷെയർ ചെയ്യാനുണ്ടോ? മാം ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ EFT കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് പ്രാക്ടീസ് സെഷൻ കിട്ടിയിട്ട് ഫസ്റ്റ് സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ കരഞ്ഞു പോകും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ ഇത്രയും കാലമായിട്ട് ഐഡന്റിഫൈ ചെയ്യാത്തൊരവസ്ഥയായിരുന്നു. EFT ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ജീവിതത്തില് സെൽഫ് ലവ് എന്നല്ല, നമുക്ക് കറക്റ്റ് സക്സസ്, പീസ്, ഹാപ്പിനെസ് ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. യെസ്,
താങ്ക് യു മാം. യെസ്, താങ്ക് യു സോ മച്ച്. അതെ, സെൽഫ് ലവ് പഠിക്കുന്തോറും നമ്മളെ പറ്റിയിട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. നമ്മളുടെ കഴിവുകൾ, നമ്മളെ ഉള്ളിൽ എത്രത്തോളം കഴിവുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റും. യെസ് മാം പറഞ്ഞത് ശരിയാണ്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പിന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂ, ഒരാൾക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഓൾറെഡി കുറേ ട്രോമാസ് ഉണ്ട്. അത് ഹീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സ്കിൻ അലർജിയിൽ ഒരുപാട് വ്യത്യാസം വന്ന ക്ലയൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു നമ്മളുടെ ഹെൽത്ത് വരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ സെൽഫ് ലവിൻ്റെ കുറവ് കൊണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു, അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ഇവിടെ മാറിക്കിട്ടുന്നുണ്ട് സെൽഫ് ലവ് കൊണ്ട്. സെൽഫ് ലവ് മാത്രല്ല, നമ്മള് EFTയില് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷന്, ഈ കാര്യങ്ങളൊക്കെ നമ്മള് 1 മന്ത് പിന്നെ മെന്ററെ സഹായം ഒക്കെ ഉണ്ടാകുമ്പോ തന്നെ നമ്മള് നല്ല മാറ്റം, നല്ല ചേഞ്ച് തന്നെ ലൈഫിൽ വരുന്നുണ്ട്. നല്ലൊരു കോഴ്സ് തന്നെയാണ് EFT. കഴിയുന്നവർ EFTയിൽ പങ്കെടുക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുണ്ടായില്ലേ. Thank you, Safwana ma'am and Safina ma'am. Thank you so much for sharing. യെസ്, EFT കോഴ്സ് ചെയ്തവർക്ക് ആർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ? എല്ലാവർക്കും സക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എത്ര പൈസയാണോ ഇതിന് ചെലവാക്കുന്നത് അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. പല ഉദ്ദേശിച്ച പല കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോക്കസ് ചെയ്തിട്ട് കോൺഫിഡൻസ് വരും. ചെറിയൊരു കാര്യങ്ങൾ കൂടി വലിയൊരു കാര്യങ്ങൾ വരാം. യെസ്, അത് ആ EFT എന്ന് പറയുന്നത് നമ്മളെ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ നെഗറ്റീവ് എത്രത്തോളം പോകുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് വരും. എനിക്കെന്നെ പല കാര്യങ്ങളും ആദ്യം ഇപ്പൊ ചെറിയ പണി ഉണ്ടായിട്ട് വരെ നടക്കാത്ത കാര്യം, ക്യാഷില്ല ചെയ്യാന്ന് വെച്ചത് ഇപ്പൊ പണി പോയിട്ട് വരെ ഞാൻ ഉദ്ദേശിച്ച ചെറിയൊരു കാര്യങ്ങളൊക്കെ അങ്ങനെല്ലോ നടക്കുന്ന, ക്യാഷ് അങ്ങനെല്ലോ വരുന്ന കാര്യം അൽഹംദുലില്ലാഹ് നടന്നു പോകുന്നുണ്ട്. അത് ഇത് പഠിച്ചുള്ള ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, താങ്ക് യു ഇക്ബാൽ സർ. അതെ, ഒരുപാട് പേർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്ന ഒരു കോഴ്സാണ് അത്. സോ ആരും മിസ്സാക്കരുത്. ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. സോ ആർക്കെങ്കിലും ഇനി ഷെയർ ചെയ്യാനുണ്ടോ? യെസ് മാം, പറഞ്ഞോളൂ. ഹാൻഡ് റേസ് ചെയ്തത് ഉമൈവ മാം ആണോ അത്? അതെ മാം, ഞാൻ എന്താ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയതാ, അത് ഹാൻഡ് റൈസ് ആയി, സോറി. ഓക്കെ. സോ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇതുവരെ പിന്നെ എന്താ പറയുക, ഞാൻ കോഴ്സ് ചെയ്തിട്ടില്ല മാം. ഡെയിലി മോർണിംഗ് ക്ലാസ് കേൾക്കാറുണ്ട്. പക്ഷെ സെൽഫ് ലെവൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ ഇതുവരെ ഒരു കണ്ടീഷണൽ ലവ് ആയിരുന്നു. ഇപ്പം നമുക്ക് അൺകണ്ടീഷണൽ ലവ് മാറുന്നുണ്ട്, പറ്റുന്നുണ്ട്. ഉള്ളിലുള്ള എല്ലാവരോടും ഫൊർഗീവ് ചെയ്ത് ആത്മീയമായിട്ടുള്ള നമുക്കൊരു അനുഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരോടും ഒന്നുമില്ല, നല്ല മൈൻഡ് ഹാപ്പിയാണ്. നമുക്ക് നോ പറയാൻ പറ്റുന്നുണ്ട്. ഒരു ധൈര്യം ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ തന്നെ ഇപ്പോഴാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ സെൽഫ് ലവ് ഇപ്പോഴാണ് കൂടുതൽ നമ്മൾ അറിയുന്നത്. ഇപ്പൊ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് നമ്മൾ എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്ന, ആദ്യം നമുക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ഇത്രയും മോർണിംഗ് ക്ലാസ് കേട്ടിട്ട് ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? സോ ദാറ്റ് ഈസ് റിയലി എ ഗുഡ് തിങ്. പിന്നെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പഠിക്കുന്തോറും നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കോഴ്സിലേക്ക് വരിക. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം സെൽഫ് ലവ് ഉണ്ട് എന്ന്. ഓക്കെ,
പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ് അതൊക്കെ ഡെയിലി ചെയ്യാറുണ്ട്. അപ്പൊ മനസ്സിനൊരു എന്താ പറയാ, ഭയങ്കര ഒരു ധൈര്യം എല്ലാത്തിനും. ഒരു ഉള്ളിലുള്ള ആ കട്ടിയായ മനസ്സൊക്കെ ഇപ്പൊ പോയി. മാഷാ അല്ലാഹ്. താങ്ക് യു. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഇതേപോലെ കേൾക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു നമ്മൾ ഡൗൺ ആവുന്നത്, നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് അതെല്ലാം മാറി കിട്ടും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും എത്രത്തോളം നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നു, ദാറ്റ് ഈസ് മേക്കിംഗ് യുവർ ലൈഫ് ബെറ്റർ. പാസ്റ്റ് തോട്ട് ഒക്കെ വേസ്റ്റ് തോട്ടാക്കി മാറ്റി. അതെ അതെ. ഓക്കെ. മാഷാ അല്ലാഹ്. നെഗറ്റീവ് പാസ്റ്റ് തോട്ട് കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മാം കോഴ്സ് കഴിഞ്ഞ് ടാപ്പിംഗ് കൂടി ചെയ്യുമ്പോൾ ഹൈ ലെവലിൽ എത്തുമല്ലോ. അതെ, ആ കോഴ്സും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കോഴ്സിൽ heal ആവും. ചേർന്നിട്ടില്ല. ചെറിയ ഒരു പ്രോബ്ലം ആയിട്ടാണ്. അത് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. എന്നാലും ഡെയിലി മാമിന്റെ മോർണിംഗ് ക്ലാസ് കേൾക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ആ മാമിനുള്ള ആ ഒരു തടസ്സം ഒന്ന് മാറി കിട്ടിയിട്ട് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വരുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ഇൻഷാ കൂടുതൽ അല്ലാഹ് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ചെയ്യുന്നുണ്ട്. അഫർമേഷൻ എഴുതി വെക്കാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ് എല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ മാമിനെ ഇൻഷാ വെയിറ്റ് അല്ലാഹ് ചെയ്യാണ്. അടുത്തന്നെ ക്ലാസ്സിലേക്ക് വരും. യെസ്, യെസ്. അപ്പൊ മാമിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. സോ വേറെ ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും എക്സ്പീരിയൻസസ്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായ ലൈഫ് എക്സ്പീരിയൻസ്? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ഹാപ്പി ma'am. മോർണിംഗ്. യെസ്, താങ്ക് യു. മാം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സമയമുണ്ടോ? ആ, പറഞ്ഞോളൂ. നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ പറയാറില്ലേ? ഉം, അപ്പൊ നമ്മൾ ഫാമിലിയിൽ അത്രയും ഡീപ്പായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉം. നമുക്ക് അവരടുത്ത് പോയിട്ട് ഫൊർഗീവ് ചെയ്യണോ, മാപ്പ് ആ, പറയണോ? അതോ നമ്മൾ നമ്മളെ കൺമുമ്പിലേക്ക് മനസ്സിൽ കണ്ടിട്ട് അവരോട് ചെയ്താൽ പോരെ? അതെ, അവരടുത്ത് പോയിട്ട് പറയണോ? അടുത്ത് പോയി ഫോണിലൂടെ ഞാൻ പറയണം. പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും നമ്മളെ മനസ്സിനൊരു സാറ്റിസ്ഫൈഡ് കിട്ടണമെങ്കിൽ ഉം. അവരെ അടുത്ത് പോയിട്ട് നമ്മൾ പറയണോ? ഇല്ല, അടുത്ത് പോയിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുവെച്ചെങ്കിൽ പറയണ്ട. നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പ്രശ്നം കാരണം വരുന്ന ഈ നെഗറ്റീവ് ഇമോഷൻസും പ്ലസ് അവരോടുള്ള ആ ഒരു എന്ത് ഫീലിംഗ് ആണോ അവരോട് തോന്നുന്നത്, ആ ഫീലിംഗും ഒന്ന് ഹീൽ ചെയ്ത് കളയാം. അതാ ഞാൻ അതൊക്കെ പറഞ്ഞത്. ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മളെ മനസ്സിന്റെ ഒരു സാറ്റിസ്ഫൈഡിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പറയണം നിർബന്ധമില്ലല്ലോ. നിർബന്ധമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. അവർക്ക് കൂടുതൽ പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പറയാൻ നല്ലത്. എന്ന് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. അതാ ഞാൻ അത് പറഞ്ഞു അവർക്ക് പറയാൻ. പറഞ്ഞ അവരുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് അതും കൂടി നോക്കണം. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പറയാതിരിക്കലേ നല്ലത്. അതെ, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതെ മേം, അതെ അത് നമ്മളോട് തന്നെയല്ലേ പറഞ്ഞത്. നമുക്കല്ലേ കുറ്റബോധം കൂടുതൽ വന്നിക്ക. നമ്മളോട് തന്നെയല്ലേ അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞത്. അവർക്ക് പുറത്ത് കൊടുക്കും വേണം. പിന്നെ നമ്മളുടെ ആ കുറ്റബോധം നമുക്ക് ഫീൽ ചെയ്യുന്നതിന് നമ്മളും സെൽഫ് ഫോർഗിവ്നെസ്സും ചെയ്യണം. നമ്മളുടെ ഒരു പ്യോർ സോളിനോട് മാപ്പ് ചോദിക്കും വേണം. സെൽഫ് ഫോർഗീവ്നെസ് ആണ് കൂടുതൽ അവിടെ വേണ്ടത് അല്ലേ? നമുക്കല്ലേ അവരോടുള്ള ഒരു കുറ്റബോധം ഉള്ളത്. അതെ അതെ. അപ്പൊ നമ്മളോടാണ് നമ്മൾ കൂടുതൽ സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യേണ്ടത് എന്നുള്ളതാ. സെൽഫ് ഫോർഗിവ്നെസ്സും വേണം, മറ്റേ ഫോർഗിവ്നെസ് ടു അതേഴ്സും രണ്ടും ചെയ്യണം. അതിൽ നമുക്ക് അതിന്റെ ഒരു പ്രപ്പോസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളുടെ ആ ഒരു ഇന്റൻസിറ്റി നോക്കുക, ഏതാണ് കൂടുതൽ ഉള്ളത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. വേണം സെൽഫ് ഫോർഗിവ്നെസ്സിന് ഐ ആം സോറി എന്നുള്ള വേർഡുകൾ കൂടുതൽ ഉപയോഗിച്ചാൽ മതിയില്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലല്ലോ, ഹോപ്പ് പ്രെയർ ഉണ്ടല്ലോ, പ്ലീസ് ഫോർഗിവ് മീ, ഐ എം സോറി, ഐ ലവ് യു, ഐ താങ്ക് യു. ഭയങ്കര ഹീലിംഗ്. അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു മാം.
ഓ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? സൂപ്പർ ടോപ്പിക്. താങ്ക് യു മാം. താങ്ക് യു. അപ്പോ പ്രാക്ടീസ് ചെയ്യുക, എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, സ്നേഹിക്കുക, മറ്റുള്ളവർക്കും സ്നേഹം കൊടുക്കുക. നമുക്ക് ഇതിലൂടെ നമുക്ക് എന്തായാലും ആത്മീയമായിട്ട് മാറാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം നമ്മുടെ മനസ്സിന്. അതെ, ഇത് നമുക്ക് അറിയാതെ പോയി, അതില് ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ. നമ്മള് അന്ന് അറിയാത്തത് കൊണ്ട് ചെയ്തിരുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ അറിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു കുറ്റബോധം മൈൻഡിൽ വെക്കരുത്. അറിഞ്ഞതിന് ശേഷം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാം. അതെ അതെ. മാം, ഫോർഗീവ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സന്നെ ഒരു നല്ല ഒരു ഇതായി വരുമല്ലോ, എല്ലാവർക്കും ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോ. അതെ അതെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം മുതലേ നമുക്ക് അത് മനസ്സിലാവേണ്ടീനു. പക്ഷെ നമ്മള് ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയത്. എല്ലാം ശരിയാകും. മനസ്സാണ് നമ്മളെ തളർത്തുന്നതും വളർത്തുന്നതും. അപ്പൊ അതിലേക്ക് നല്ലത് കൊടുക്കുമ്പോ നമുക്ക് നല്ല ഉന്മേഷം, നല്ല സന്തോഷം, സമാധാനം കിട്ടും. അതെ. മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും വിചാരിക്കരുത്. അതെ. അത് നിർത്താൻ നമുക്ക് സാധിക്കണം. അതാണ് നമുക്ക് സെൽഫ് ലവ് കൊടുക്കുമ്പോഴേ അതിന് കഴിയുള്ളൂ. ഇക്ബാൽ സർ പറയുന്നുണ്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ്. വളരെ ശരിയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, സോ അത് വിടുക. പക്ഷെ അതൊന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ അവരോടുള്ള ദേഷ്യം, പക എല്ലാം നമ്മളെ മൈൻഡിൽ വെക്കുമ്പോൾ നമ്മൾക്കാണ് ഭാരം കൂടുതൽ. നമ്മളെ ഹെൽത്താണ് അത് ബാധിക്കുന്നത്. അവർ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. അവരവരുടെ ലൈഫ് ചില്ലായിട്ട് നടക്കുന്നുണ്ടാകും. എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ സത്യം. ഉള്ളിലാണ് ഫേസ് ചെയ്യുന്നത്. സോ അത് നമ്മളെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള ഒരു അവയർനെസ് കൊടുത്തിട്ട് മാപ്പ് കൊടുക്കുക. നമ്മളുടെ ആരോഗ്യത്തിന്, സന്തോഷത്തിന്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഫോർഗീവ്നെസ് ചെയ്യുന്നത്. അവിടെ ഒരു ഈഗോ പ്രശ്നം വരരുത്. ഞാൻ അവർക്ക് അതെ. മാപ്പ് കൊടുക്കണോ, അതിന്റെ ആവശ്യം എന്താണ്? ആ ഒരു ഈഗോ പ്രശ്നം ഇല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഫോർഗീവ്നെസ് ചെയ്യുന്നത് ഉള്ള തോട്ട് കൊടുത്തിട്ട് ഫോർഗീവ്നെസ് കൊടുക്കുക. പിന്നെ നമുക്കൊരു പ്രശ്നം അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്ത് നമ്മൾ സ്വയം ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് ചെന്ന് പറയുമ്പോൾ അവരത് എടുത്തിട്ട് പിന്നെ നമ്മളെ വിഷമത്തിലാക്കും. അതിന് നിൽക്കണ്ട. നമുക്ക് ഇത് ശരിക്കും നമ്മളോട് സ്വന്തമായിട്ട് നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിലുള്ള ആ സമാധാനം കിട്ടും. മറ്റത് പിന്നെ കൂടുതൽ വഷളായെങ്കിലോ അതൊക്കെ വിചാരിച്ച് സമാധാനത്തോടെ നിൽക്കുക. നമ്മൾ സിൻസിയർ ആയിട്ട് സെൽഫ് ലവ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർഗീവ് ചെയ്ത് കൊടുക്കും. അതെ, നമ്മൾ സ്നേഹിച്ചാൽ മതി. നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളുടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യൂല. നമ്മളുടെ മനസ്സമാധാനത്തിനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ മാം പറഞ്ഞ പോലെ നമ്മളത് അവരുടെ അടുത്ത് പോയി പറഞ്ഞ് അവർക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവരുടെ അംഗീകാരം ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളെ സമാധാനം എന്താണോ നമുക്ക് കിട്ടുന്നത് അത് ചെയ്യാം. യെസ്. ഇനി ഷെയർ ചെയ്യാനുണ്ടോ? രാവിലെ തന്നെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. സോ മാക്സിമം ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. വെരി സാറ്റിസ്ഫൈഡ്. താങ്ക് യു മാം. വാല്യുബിൾ സെഷൻ. താങ്ക് യു സോ മച്ച്. നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക കേട്ടോ. ഇനിയും ജോയിൻ ചെയ്യാത്തവര്, നല്ലൊരു ഫാമിലി ആണ് EFT ഫാമിലി എന്ന് പറയുന്നത്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, കോഴ്സിലേക്ക് എല്ലാവരും വരിക. നിങ്ങൾ കൂടുതൽ ഹീൽ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക. സോ താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്. So thank you so much and Okay, wish you thank all you, a ma'am. great day. Thank you. Thank you.